എല്ലാവർക്കും നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നാട്ടിലുണ്ട്, 3-4 മാസമായിട്ട് ഇപ്പം ഞങ്ങൾ നാട്ടിലാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞങ്ങളുടെ താഴ്വശത്തൊരു വയലുണ്ട്, അവിടെ ഞങ്ങളിന്ന് ചൂണ്ടയിടാൻ പോവാണ്. അവിടെ എല്ലാവരും ഒത്തിരി ആൾക്കാർ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ബംഗാളീസും നമ്മുടെ ആൾക്കാരും ഒക്കെ നല്ല മീനെ കിട്ടും അവിടെ. എനിക്കറിയില്ല ഞാൻ ചൂണ്ടയിട്ടാൽ മീൻ കിട്ടുമെന്ന്. എന്നാലും ഞാനും എൻ്റെ മോനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ചൂണ്ടയിടാൻ പോവാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. എൻ്റെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വയലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നത് എൻ്റെ കുടുംബക്ഷേത്രമാണ്, ഇഴശ്ശേരിയിൽ എന്ന് പറയും ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഇത് വയലാണ്, എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഈ വയൽ. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഇതാണ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലാണ്, ചനക്കര എന്ന ചെറിയ ഗ്രാമമാണ്. അപ്പം നമുക്കെല്ലാം ഇന്ന് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ എനിക്കിന്ന് എത്ര മീനെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടിയ കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ എന്താ വയലിലോട്ട് പോവാണ്. ഞാൻ ഈ ചൂണ്ട ഇവിടെ വെച്ചിട്ട് നിങ്ങളെ നല്ല മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൊടംപുളി. ഇത് കണ്ട പൂത്ത് വയ്ക്കുന്നത് ഇതാണ് കൊടംപുളി. എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ചില ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഇതാണ് നിറയെ പുളിയാണ്. ഒരെണ്ണം പഴുത്ത് ഇപ്പോൾ ഉണ്ട്, ഞാൻ പറിച്ച് കാണിക്കാതെ. വേണ്ട, ഞാൻ 2 പറിച്ചെടുത്തു. ഇത് പഴുത്ത് ഇതിനകത്ത് അരിയുണ്ട്, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊട്ടിച്ചിട്ട് ഇത് ഇച്ചിരി കൂടെ പഴുക്കാനുണ്ട്. ഇത് ഇച്ചിരി കൂടെ പഴുക്കുമ്പോഴാണ് ഇത് പറിച്ചുണങ്ങിയാണ് ഇത് കുടംപുളിയായിട്ട് നമ്മൾ മീൻ കറിക്ക് ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ പച്ചയാണ്, ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കണ്ടോ. ഇത് നിറച്ച് കുടംപുളിയാണ്. പുളിയൊക്കെ പറിച്ചു. ഇനി നമുക്ക് വയലിലോട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്, കാണുന്നതാണ് വയൽ. ഞാൻ വയലിലിറങ്ങി. ഇവിടെ എല്ലാം വാഴക്കൃഷികളാണ്. അതുകൊണ്ടോ ഇതെല്ലാം ആൾക്കാർ ഓരോരുത്തരെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇവിടെ നെൽകൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞു. വയലൊക്കെ മഴയായത് കാരണം കുറച്ച് വെള്ളമുണ്ട്. ഇങ്ങനെ വയലിങ്ങനെ ഇപ്പോൾ വെറുതെ കിടക്കും. ഇപ്പോൾ ഈ അടുത്ത സമയത്തായിരുന്നു കൊയ്ത്ത്. ഇതുവഴി ഇവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. വെള്ളയാട്ടോ. ഇവിടെ നേരത്തെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. ഇവിടെ 2 വീടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം വിറ്റിട്ട് പോയി. ആ വീട് വെറുതെ കിടക്കുക. അങ്ങേ സൈഡിലൊരു വീടുണ്ട്, അവിടെ ഒരു ആൻറ്റി താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ചൂണ്ടയിടാൻ തന്നെ അവിടെ ഇടഭാഗത്തൊരു തോടുണ്ട്. തോട്ടിനകത്ത് അവിടെ അങ്ങേ അറ്റത്ത് ചാലെന്ന് പറയും, ഇച്ചിരി വലിയ സ്ഥലമാണ്. അത് അവിടോട്ട് പൊക്കോണ്ടിരിക്കുക. നല്ല വെയിലാണ്, ഉച്ച സമയമാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയേ. എന്നും വരാമെന്നും പറഞ്ഞിരിക്കും. വൈകുന്നേര സമയത്ത് മഴയായിരിക്കും, അത് കാരണം വരാൻ പറ്റത്തില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ വെയിലായാലും സാരമില്ല. പക്ഷെ വയലിൽ നല്ല കാറ്റുണ്ട്. കൃഷിയെല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടമെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. മഴ പെയ്ത കാരണം വെള്ളമുണ്ട് കുറച്ച്. ഇതേ തോട്ടിലെത്തി. പക്ഷെ തോട്ടിൽ ഇവിടെ നിറയെ പുല്ല് കയറി കിടക്കുവാണ്. വെള്ളമുണ്ട്, നിറച്ച് വെള്ളമാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ പോച്ചുണ്ട്. പഴയ കാലത്തെ പോലെ പശുക്കളും ഒന്നുമില്ല. എന്നാലും ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് പോത്ത് കൃഷിയൊക്കെ ഉണ്ട്. ഞാനുണ്ട്, പോത്തൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കാരണം പോച്ചയൊക്കെ ഇഷ്ടം പോലെയാണ് നിൽക്കുന്നത്. പശുവിനെയൊക്കെ വളർത്തുന്നവർക്ക് നല്ലതാണ്. കുറേ ചള്ളയുണ്ടായിരുന്നു, ചള്ളയ്ക്കകത്തൊക്കെ ചാടി തുണിയെല്ലാം ചള്ളയായി. എന്നാലും നല്ല രസമുണ്ട്. നാട്ടിൽ വന്ന് നല്ലൊരു എൻജോയ്മെൻറ്റാണ്. ഞാൻ തോടിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുകയാണ്. ഇതാണ് തോട്, അങ്ങ് അറ്റം വരെ ഉണ്ട്. വലിയൊരു വയലാണ്. ഈ വയൽ പോയിട്ട് അപ്പുറ സൈഡിൽ ഒരു വയലുണ്ട്. ആ വയൽ അങ്ങനെ പോയിട്ട് വെട്ടിക്കോട് അമ്പലം എന്ന് പറയുന്നത് സർപ്പങ്കട അമ്പലം ഉണ്ടല്ലോ, മണ്ണാർശാല വെട്ടിക്കോട് എന്നൊക്കെ പറയുന്നത്, വെട്ടിക്കോട് അമ്പലത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. നല്ല മഴയുടെ ലക്ഷണമുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്. വലിയ ചൂടും ഇല്ല. ചൂടുണ്ട്, ഇടയ്ക്ക് വെയിൽ കൊള്ളുമ്പോൾ ചൂട് കൊള്ളുന്നുണ്ട്. അല്ലാത്തപ്പോൾ നല്ല ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ആ കരയ്ക്കുന്നാണ് വന്നത്. ഈ സൈഡിലോട്ട് പോയാൽ അക്കരെയെല്ലാം വീടുകളാണ്. വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്, കാടായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ സൈഡിൽ വീടുകളാണ്, നിറയെ വീടുകളാണ്. പക്ഷെ മരങ്ങൾ ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ നമുക്ക് കാട് പോലെ തോന്നും. നമ്മളിനി കുറച്ചുകൂടെ അങ്ങ് പോകാമെങ്കിൽ പോച്ചയില്ലാത്ത കുറേ സ്ഥലമുണ്ട്, അവിടെ നമ്മൾ മീൻ പിടിക്കുന്നത്. ഞങ്ങൾ കുറേ നടന്ന് ഏതാണ്ട് ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് ഞങ്ങളിങ്ങനെ തോട്ടിൽ കൂടെ നടന്ന് ഞങ്ങളിങ്ങനെ ചാലിൻ്റെ ഭാഗത്തെത്തി. ഇത് ചാലാണ്, പക്ഷേ പോച്ച കയറി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. വലിയൊരു ചാലാണിത്. അങ്ങോട്ട് പൊരിക്കുകയാണ്. എന്നാലും ഇവിടെ ഞങ്ങൾ ചൂണ്ടയിട്ട് നോക്കുക മീൻ വല്ലതും കിട്ടുമോ എന്നറിയാൻ. പിന്നെ മീനെ പിടിക്കാനുള്ള ആ ഒരു സന്തോഷം, ഒരു ടൈം പാസ് നാട്ടിൽ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് വരുക, അറിയത്തില്ല എത്ര മീനെ കിട്ടും. ഈ കലമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, കുറച്ച് മീനൊക്കെ ജീവനോടെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ കുറേ കാലത്തിന് ശേഷം 10-30 വർഷത്തിന് ശേഷം ഗുജറാത്തിൽ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനൊരു മീൻ പിടുത്തത്തിന് വന്നത്. ചെറിയ സമയത്തൊക്കെ, കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തൊക്കെ അന്ന് ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ വന്നിരുന്ന് മീനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടും, നല്ല ടേസ്റ്റുള്ള മീനാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഞങ്ങൾ വന്ന് നോക്കിയത്, അറിയത്തില്ല. എന്തായാലും പിടിക്കട്ടെ.
എന്നിട്ട് കാണിക്കാം ഞങ്ങൾ മീൻ പിടിക്കുന്നത്. ഫസ്റ്റ് ചൂണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ അനക്കമൊക്കെ ഉണ്ട്, ചിലപ്പം കൊത്താൻ ചാൻസ് ഉണ്ട്. അവിടെ നല്ലതായിട്ട് അനങ്ങുന്നുണ്ട് മീൻ. ഒരു കുഞ്ഞു മീനെ കിട്ടി. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതേ കണ്ടോ, കുഞ്ഞു മീൻ. അത് കരയുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. നമ്മൾ ആദ്യമായിട്ട് ചൂണ്ടയിട്ട് കിട്ടുന്ന മീനല്ലേ. ഫസ്റ്റ് മീനാണ്, കുഞ്ഞു ആവയാ. ഞങ്ങളുടെ മീൻ പിടുത്തം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇച്ചിരി നേരം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് നല്ല കൊത്തുണ്ട് ഇവിടെ. ആ ഭാഗമൊക്കെ കുറേ കുടുംബശ്രീകൾ, തോടുകൾ. ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി നിന്നു മീൻ പിടിക്കാനായിട്ട്. അതുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുക, ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ ബാക്കിയാണ്. അതുപോലെ തന്നെ അതും ഒരു കരയാണ്. 4 സൈഡും കരകളാണ്. ഇവിടെ നല്ല കൊത്തുണ്ട് മീനിൻ്റെ. ഞങ്ങൾക്ക് ഇച്ചിരി മുമ്പ് ഒരു തൂളി എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. അങ്ങനെ കൊച്ചു കൊച്ചു മീനും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നിൽക്കുന്നുള്ളൂ ഞങ്ങൾ. ഇതിന് ശേഷം ഞാൻ കാണിക്കാം എനിക്ക് കിട്ടിയ മീനെ. ഞങ്ങൾ പൊരുത്ത് എടുക്കണം ഇനിയല്ല. ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ പോവാണ് ഇപ്പോൾ വീട്ടിലോട്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ മീനാണ് പരളെന്ന് പറയും. ഇത് പെട്ടെന്നാണ് ചാവുന്നത്. അത് ഒന്ന് പടച്ചങ്ങ് ചാവും. ഇത് നല്ല മീനത്. ഇത് ഭംഗിയുണ്ടോ, കാണിക്കാം ഞാൻ പിടിച്ച മീനൊക്കെ. കുറേ മീൻ കിട്ടി ഞങ്ങൾക്ക്. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ക്ഷീണിച്ച് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കണം. ഞങ്ങൾ പിടിച്ച മീൻ കൊണ്ട് അവിടെ കലത്തിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ കുറേ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടേക്കോ. തോടെ പകുതിയൊക്കെ വൃത്തിയാക്കി, ആൾക്കാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക ഞങ്ങൾ. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാം കാട് പോലെയാണ് തോന്നുന്നത്. പക്ഷേ അവിടെ എല്ലാം വീടുകളാണ്. ഇവിടെ എല്ലാം വീട്. അവിടെ ഇവിടെ 4 സൈഡിലും വീടുകളാണ്. 4 സൈഡും കരകളാണ്. നല്ല ഒരു വയലാണ്. ഞങ്ങൾ പിടിച്ച മീനുമായിട്ട് ഞങ്ങൾ പോവുകയാണ് വീട്ടിലോട്ട്. ഇത്രയും മീൻ കിട്ടി ഞങ്ങൾക്ക്. കുറേ മീനുണ്ട് ഇവിടെ. ഇനി സമയമില്ല. ഇത്രയും കുറേ സമയം എടുത്തു. ഞങ്ങളെപ്പോൾ വന്നതാണ്, കുറേ സമയം എടുത്തു ഇത്രയും മീൻ പിടിക്കാൻ. കാരണം ഇപ്പോൾ വെള്ളം കൂടുതലാണ്, അത് കാരണമാണ് കുറച്ച് സമയം എടുത്തത്.